ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. ബാംഗ്ലൂരിലെ ഒരു ടെമ്പിളാണ് കാണിക്കുന്നത്. ഇതൊരു ജെയിൻ ടെമ്പിളാണ് കേട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ജെയിൻ ടെമ്പിളാണ്. എൻ്റെ അമ്മോ, ഒരു രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചതുപോലെ തന്നെ, ശരിക്കും അതുപോലെ തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ട് തന്നെ നോക്കണം. ഈ ടെമ്പിളിൻ്റെ ചുമരുകളും വിഗ്രഹങ്ങളും എല്ലാം, അവിടെ ഒരു സാധനം പോലും ഇല്ല, എല്ലാം മാർബിളിൽ കൊത്തി വെച്ചിരിക്കുവാണ്. കൊത്തുപണികളുടെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ. എല്ലാം വളരെ 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 മനോഹരം. അതിൻ്റെ ചാരുതയൊന്നും നഷ്ടമാകാതെ എല്ലാം നല്ല മാർബിളിൽ ഇങ്ങനെ കൊത്തി ഇങ്ങനെ, നിങ്ങൾ കണ്ടു തന്നെ നോക്കണം. ഉള്ളിൽ കയറിയാൽ പിന്നെ കാണാൻ പറ്റുന്ന കാഴ്ചകൾ അടിപൊളിയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ടെമ്പിൾ ഒന്ന് സന്ദർശിക്കണം കേട്ടോ. ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്, ഉറപ്പായിട്ട്. ഒരുപാട് മലയാളികൾ ഇവിടെ വെച്ച് കണ്ടു കേട്ടോ. ഒരുപാട് ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇത് കാണാൻ വരുന്നുണ്ട്. പണ്ടത്തെ രാജാക്കന്മാരെ സഞ്ചരിച്ചിരുന്ന രഥം വരെ ഇവിടെയുണ്ട്. ഫോട്ടോയിലും സിനിമയിലും ഒക്കെ കണ്ടിരുന്ന ആ ഒരു ഫീലില്ല, അത് ശരിക്കും നമ്മൾ നേരിട്ട് കണ്ട അതേ ഫീലാണ് ഈ അമ്പലം കണ്ടു കഴിഞ്ഞാൽ, ഈ ടെമ്പിൾ കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ ബാംഗ്ലൂർ സന്ദർശിക്കാൻ വരുന്നവരെല്ലാവരും നമുക്കിപ്പോൾ ബാംഗ്ലൂർ ഒന്ന് കറങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ ടെമ്പിളും കൂടെ ഒന്ന് ഉൾപ്പെടുത്തി വെച്ചു. നിങ്ങൾക്ക് ഒരു നഷ്ടം വരത്തില്ല. സൂപ്പറാണ്, കാണാൻ നല്ല അടിപൊളിയാണ്. ഒരുപാട് കാഴ്ചകൾ കാണാം. പിന്നെ അകത്തോട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല, എങ്കിലും നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ശരിക്കും ഒരു മനുഷ്യൻ്റെ പ്രതിമ, ശരിക്കും ഒരു മനുഷ്യൻ്റെ പ്രതിമ ഇങ്ങനെ കുത്തി വച്ചിരിക്കുന്നത് പോലെ തന്നെ, ശരിക്കും നേരിട്ട് നമ്മളൊരു ജീവൻ തുടിക്കുന്നത് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ ആൾക്കാർ നിർമ്മിച്ചത്, അതിൻ്റെ ഒരു ചാരുതയും ഒന്നും നഷ്ടമാകാതെ വളരെ ക്ലീനായിട്ട് നീറ്റായിട്ട് എല്ലാ മുക്കും മൂലയും എല്ലാം അവർ മാർബിളും പിന്നെ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് പോലും. അത്രയ്ക്ക് മനോഹരം, പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ. പിന്നെ എത്ര കണ്ടിട്ട് മതി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. സത്യത്തിൽ അവിടെ പോയി തിരിച്ചു വരാനേ തോന്നുന്നില്ല, അത്രയ്ക്ക് മനോഹരമായി. ഇനി എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കൂടെ പോകണമെന്നും കൂടുതൽ വീഡിയോകൾ എടുക്കണമെന്നും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ വേഗം ഞാൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതുമായിരിക്കും. ആർക്കെങ്കിലും ഈ ഒരു അമ്പലം അല്ലെങ്കിൽ ഈ ടെമ്പിൾ, ഈ ജൈൻ ടെമ്പിൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ടെമ്പിളിൻ്റെ അഡ്രസ്സ് ഇട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതട്ടെ. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്നെ ആരെങ്കിലും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതട്ടെ. എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു. ബായ്.